Hi friends, it's me Albin and welcome to Albin's Hub. അപ്പം ഗൈസ് നമ്മുടെ ഹണി റോസിൻ്റെ പുതിയൊരു സിനിമ വരാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റേച്ചൽ എന്ന സിനിമയുടെ ഒരു ട്രെയിലർ അവർ പുറത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാബുരാജുണ്ട്, ഹണി റോസ് ഉണ്ട്. യൂസ് ഹെഡ്ഫോൺ ഞാൻ വെച്ചില്ല. ഞാൻ ആദ്യമായിട്ട് കാട്ടി കയറുന്നു 16-ാമത്തെ വയസ്സിലാണ്. ആനക്കൊമ്പായിരുന്നടാ ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ പുതിയ താമസക്കാരനാ, ഗംഭീര വേട്ടക്കാരനാ. ഹണി റോസ് ഈ കാണുന്ന പോലെയൊന്നും അല്ല, അതിന്റെ സ്വഭാവം മുഴുവൻ മാവടക്കാം. പ്രേമിക്കാൻ ധൈര്യമുണ്ടോ? പോത്തുജോയുടെ മോളെ പ്രേമിക്കാൻ ധൈര്യമുണ്ടോ? കണ്ണിൽ മാറി വെല്ലം ചെണ്ട് നീരാവൻ തൂവൽ വീശും നെഞ്ചിൻ തീയായുള്ള കണ്ണ് നീ ചൂടും കാതിൽ കാറ്റായി വിണ്ണിൽ മെയ്യാൽ വീശും പ്രേമച്ചൂറ. വേട്ടക്കാരൻ കാടുക സംഭവം കൊലപാതകം, അത് ഉറപ്പാണ്. ആരെയും സംശയമുണ്ടോ നിനക്ക്? അതെന്റെ പുറകെ തന്നെയുണ്ട്. തീ വീണത് കാട്ടിലല്ല, അപ്പന്റെ നെഞ്ചത്താണ്. വേട്ടക്കാരന്റെ പകയായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ പക ആനപ്പക പോലെ. അപ്പം ഗൈസ് റേച്ചലിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞു ഗൈസ്. എന്താ പറയുക, ഹണി റോസ് ഒരുപാട് ഉദ്ഘാടനത്തിന് ശേഷം തിരിച്ചു വരികയാണ്. അതുപോലെ ചന്തു ഒരു സിനിമയിൽ നമ്മുടെ എന്താ പറയുക ഇടിയൻ ചന്തുവിൽ ഏറിപ്പോയെങ്കിലും തിരിച്ച് ലോകയിലൂടെ വീണ്ടും തിരിച്ച് സിനിമയിലേക്ക് ശക്തമായി തിരിച്ച് കയറി വന്നൊരു ക്യാരക്ടറാണ് ചന്തു. അതുപോലെ നമ്മുടെ ബാബുരാജ് ഒന്നും പറയാനില്ല. വില്ലൻ കഥാപാത്രം ആയിക്കോട്ടെ, കോമഡി ജോണർ ആയിക്കോട്ടെ, എല്ലാം നല്ല രീതി ചെയ്ത് ഫലിപ്പിച്ച് ഇപ്പം സിനിമയിൽ നിന്ന് പോകുന്നൊരു ആക്ടറാണ്. അതുപോലെ തന്നെ ജാഫർ ഇടുക്കി ഒരു കഥ പറയുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പുള്ളീൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതും റിവീൽ ആയിട്ടില്ല, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. റേച്ചൽ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാകും. റേച്ചൽ ആകുമോ, റീച്ച് ആകുമോ, അത് ഏറിപ്പോകുമോ? നമുക്ക് സിനിമ ഡിസംബർ 6 തിയേറ്ററിൽ പോയി കണ്ടു നോക്കാം. അപ്പം ഇതുപോലത്തെ കുഞ്ഞു റിയാക്ഷൻ വീഡിയോ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.